ഹായ് മച്ചാമാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മളിന്ന് എഫ്സി മൊബൈലിൽ കുറച്ച് പാക്കുകളൊക്കെ ഒന്ന് തുറന്നു നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാമാരെ, നമ്മളിപ്പോൾ ഈ ഒരു പാക്കാണ് തുറക്കാൻ പോകുന്നത്. ഇപ്പോൾ 2500 ജെംസാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കുറച്ച് ചെറിയ പ്ലേയേഴ്സിനെ കൊടുക്കുന്നതാണ് ഇത് ഗൈസ്. അപ്പോൾ അടുത്തതാണ് നമുക്ക് വലിയൊരു പാക്ക് വരുന്നത്. നമുക്ക് എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പം കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരട്ടെ ഗൈസ്. വരുന്നുണ്ട് ബോണസ് അൺട്രേഡബിൾ പ്ലെയർ, പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ഒന്നും തരുന്നില്ല ഗൈസ്. ഈ പാക്കുകൾക്ക് വെറും സ്കാമാണ് ഗൈസ്. നമ്മളൊക്കെ ഈ ജെയിംസ് എല്ലാം കൊണ്ട് പൊട്ടിച്ച് വലിച്ചെറിയുന്നത് പോലെയാണ് ഗൈസ്. ഒരു ഉപകാരമില്ലാത്ത പാക്കുകളാണ്. ഞാനിപ്പോൾ എക്സ്ട്രാ ടൈമിൽ കുറച്ച് പ്ലേസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് കോയിൻ ടോക്കൺസ് മേടിച്ച് നമുക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പം മച്ചവരെ നമ്മൾ കുറച്ച് ടോക്കൺസ് ഒക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ 10,000 ഒരെണ്ണം തുറന്നു നോക്കാം. സംഗതി തുറന്നിട്ടുണ്ട് ഗൈസ്. ഇതും സ്കാമാണ് ഗൈസ്. വെറുതെയാണ് ഗൈസ്. എത്ര പേരുടെ ടോക്കൺസ് ആണെന്ന് അറിയും വെറുതെ പോകുന്നത്. ഒരു ഉപകാരമില്ലാത്ത പാക്കുകളാണ് ഗൈസ്. ഇപ്പോൾ ഇതിനകത്തുള്ള എല്ലാം വെറും സ്കാമാണ്. നമ്മൾ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം തുറക്കുന്നതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ജെയിംസ് എല്ലാം സേവ് ചെയ്ത് നമുക്ക് അടുത്ത ഇവൻറ്റിലോട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊരു ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ ഉള്ളതെല്ലാം വെറും ഒന്നിനും കൊള്ളാത്ത പാക്കുകളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലെയറിനെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അൺട്രേഡബിൾ ഒന്നുമല്ല, പക്ഷെ നമ്മൾ ട്രേഡബിൾ ആണ്. പക്ഷെ ഒരു കാര്യമില്ല. ഇപ്പം ഇവനെ വിൽക്കാനിട്ട വെറും 15 മില്യൺ മാത്രമേ നമുക്ക് കോയിനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടൊരു പാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിവിഷൻ റൈവൽസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം 100 തൊട്ട് 107 വരെയുള്ള പ്ലെയേഴ്സാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കൊന്ന് ചാൻസ് ഒന്ന് നോക്കാം. നമുക്ക് അത്ര പറയാനുള്ളൂ. നമുക്ക് തുറന്നിട്ടുണ്ട് ഗൈസ്. ഫ്ലാഗ് കണ്ടിട്ട് നല്ല പ്ലെയർ ആണെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഫോൾഡർ മാത്രമേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ടോക്കൺ മേടിക്കാം. അത്രേ അത്രേ ഉള്ളൂ. അപ്പം ഗൈസ് അത് നമ്മൾ തുറന്നിട്ടുണ്ട്. സംഗതി ഒന്നും ഓക്കെ ആണ്, നമുക്കൊന്നും പറയാനില്ല. കാരണം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ. അപ്പോൾ മറ്റേ നമ്മുടെ ഒരു 3000 ജെംസ് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡെയിലി മെഡൽ അങ്ങ് തുറന്ന് നോക്കാം. അപ്പം 3200 ഉണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം ഗൈസ്. ചുമ്മാ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എങ്ങാനും ഒരു ഭാഗ്യത്തിന് കിട്ടിയാലോ. അപ്പോൾ നമുക്ക് പുതിയ കാർഡുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാങ്ക് ഒക്കെ സെറ്റ് കാർഡാണ്. നല്ല ഡിഫൻസും ഫിസിക്കലൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല പേസും ഉണ്ട്. പുതിയ സ്ട്രൈക്കർ കാർഡാണ് ഗൈസ്. 119 പേസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ വീക്ക് ഫൂട്ടാണ് പ്രശ്നം. 4 സ്റ്റാർ വീക്ക് ഫൂട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ ഉപകാരമുള്ളതല്ല. പക്ഷേ റഫലിയോടെ കാർഡ് സെറ്റ് കാർഡാണ്. നമുക്ക് ഹെഡ്വണ്ണൊക്കെ പറ്റിയ കാർഡാണ്. നമുക്ക് ശരിക്കും അങ്ങ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള കാർഡേഴ്സ് എല്ലാം ജസ്റ്റ് ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ ഗൈസ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. സംഗതി ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റത്തെ നമുക്ക് അറിയാമല്ലോ, ഒന്നുമില്ല. നമുക്ക് രണ്ടാമത്തെ പാക്കാണ് അടിപൊളിയായിട്ട് വരുന്നത്. സംഗതി തുറന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ഫ്രാൻസ് വന്നിട്ടുണ്ട്. റൈറ്റ് വിട്ട് ഗൈസ്. പോക്കാണ് ഗൈസ്. വെറുതെയാണ്. കാര്യമൊന്നുമില്ല. സംഗതി തന്നെയാണ് അവസ്ഥ. എപ്പോഴും ഇത് തന്നെയാണ് സംഗതി. ഏകദേശം എനിക്കിപ്പോൾ വയറ് നിറഞ്ഞു. സംഗതി ഇപ്പം കയ്യിലുണ്ടായിരുന്ന ജെയിംസ് എല്ലാം പൊട്ടിച്ചപ്പോൾ എന്തൊരു മനസ്സുഖം ഗൈസ്. സത്യം പറയാലോ, ഇത്രയും മനസ്സുഖം. എന്തസ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഫോർഡേഴ്സ് ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് ടോക്കൺ ആക്കാം ഗൈസ്. കുറച്ച് എക്സ്ട്രാ പിക്ക് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ 10,000 സംഗതി ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അത്ര പറയാനുള്ളൂ ഗൈസ്. ഫസ്റ്റത്തെ 3600 കിട്ടുള്ളൂ. അടുത്ത നമുക്ക് എത്ര കിട്ടുമെന്ന്. 3500. സംഗതി ലോ ആണ് ഗൈസ്. നമ്മുടെ ഇപ്പം 11,000 ആയിട്ടുണ്ട്. നമുക്ക് ഇനി തുറക്കാം ഗൈസ്. സംഗതി ആവശ്യത്തിലധികം ആയിട്ടുണ്ട്. സംഗതി തുറന്നു വരുന്നുണ്ട്. എക്സ്ട്രാ ടൈം ഇവൻറ്റ്സ് ഡെയിലി പിക്സ്. സംഗതി 10,000 കണ്ടു. യെസ്, ഓക്കെ. അപ്പം ഗൈസ് ഇത് തന്നെ, പിന്നെ അവസ്ഥ ഇത് തന്നെ. 102 ആണ് നമുക്ക് ഏറ്റവും മാക്സിമം ആയിട്ട് കിട്ടിയത്. അറ്റ്ലീസ്റ്റ് ഇച്ചിരി കൂടിയിട്ടുണ്ട്. കാരണം നേരത്തെ നമുക്ക് 101 ആണ് കിട്ടിയത്. ഇപ്പം 102 പുതിയ ഇവന്റിന്റെ പ്ലെയറിനെ കിട്ടിയത്. നമ്മൾ ഞെക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് കിട്ടി. നമ്മളൊരു ലീഗ് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവാർഡ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലെയിം ചെയ്യാം ഗൈസ്. ഫസ്റ്റ് നമുക്ക് ടോക്കൺസ് തന്നെ ക്ലെയിം ചെയ്യാം. നമുക്കത് കഴിഞ്ഞിട്ട് 102 തൊട്ട് 107 പാക്ക് നമുക്ക് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് കണ്ടോ ഗൈസ്, 102 മുതൽ 107 വരെയുള്ളതാണ്. എന്തേലൊക്കെ കിട്ടുമായിരിക്കും ഗൈസ്. നമ്മളിപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരു പാക്കിൽ. നമ്മൾ ഒരു പാക്ക് കൊണ്ട് നമ്മുടെ ടീം തന്നെ ചേഞ്ച് ആവുന്നതായിരിക്കും. നമുക്ക് ക്ലെയിം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലോ ഗൈസ്. ഇപ്പോൾ ഇറ്റലിയാണ് നിൽക്കുന്നത്. CDM ഗൈസ് പോക്ക് പ്ലെയറാണ്. സംഗതി കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ മറ്റേ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇതുവരെ എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പം കൂടാതെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. See you in the next video.